ഗുഡ് മോർണിംഗ് സ്റ്റുഡന്റ്സ്. ഗുഡ് മോർണിംഗ് മിസ്സേ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? അടിച്ചുപൊളി ആൻസർ പേപ്പറിൽ നന്നായിട്ട് കാണുന്നുണ്ട്. ഒറ്റ മര്യാദക്ക് എക്സാം എഴുതിയിട്ടില്ല. ഇങ്ങനെ പോയാലേ എല്ലാത്തിനും മൊട്ടി വാങ്ങി ഈ ക്ലാസ് തന്നെ തോറ്റി തൊപ്പിട്ടിരിക്കേണ്ടി വരും. എന്തെല്ലാവരുടെ മുഖത്തൊരു ടെൻഷൻ? പേടിക്കൊന്നും വേണ്ട, ഞാൻ ആരുടെ ആൻസർ പേപ്പർ ഒന്നും എടുത്തിട്ടില്ല. ന്യൂ ഇയർ ആയിട്ട് ആദ്യത്തെ ദിവസം തന്നെ എന്റെ കൈ നടി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. നാളെ എല്ലാവർക്കും ഞാൻ പേപ്പർ കൊണ്ടുവരുന്നുണ്ട്. കേട്ടോ സുലൈമാനെ? കേട്ടോ പാർക്കുട്ടി? എടാ സുലൈമാനെ, നമ്മുടെ പേര് മാത്രം തന്നെ പ്രത്യേകം വിളിക്കണേ. അതിലെന്തോ വശപ്പശക്കുണ്ടല്ലോ. പാർക്കുട്ടിനെ സുലൈമാനെ എനിക്ക് ശരിക്കും കാണാനുണ്ട്. രണ്ടും ഈച്ച കോപ്പിയാണെന്ന് പറയത്തില്ല. എന്താ ഒരു പെർഫെക്ഷൻ? കോപ്പി അടിക്കുന്നതിൽ ഇത്ര പെർഫെക്ഷൻ ആയിട്ട് ചെയ്യുന്ന രണ്ടാൾക്കാരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരാൾ കുത്തിട്ടാ മറ്റാൾ അതേപോലെ കുത്തിടും. അങ്ങനെ കുത്തിലും കോമയിലും വരേണ്ട പെർഫെക്ഷൻ. നാളെ ആൻസർ ഷീറ്റ് ഒന്ന് കൊണ്ടുവരട്ടെ, എല്ലാത്തിനും പിടിച്ച് കൊടയാനുണ്ട്. എടാ നമ്മൾ ഈച്ച കോപ്പി അടിച്ചത് മിസ് കണ്ടുപിടിച്ചടാ. പാർക്കുട്ടിക്ക് സുലൈമാൻ ആക്കാൻ തരാടോ. നീ പൊടി കല്ലു. അല്ലടി നീ എന്തിനാ ചിരിക്കുന്നേ? എന്തൊക്കെയാ കൊച്ചി ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചേക്കുന്നേ? എനിക്ക് മാർക്ക് കുറവാണോ? നിനക്ക് അങ്ങനെ തന്നെ വേണ്ടി കല്ലു. ഇംഗ്ലീഷ് പേപ്പറിൽ ആരോട് നിന്റെ ഹിന്ദി പാട്ട്? റീൽസ് പാട്ടും പേപ്പറിലേക്ക് ഓരോന്നും ഇറങ്ങിക്കോളും. എന്റെ കളിപ്പങ്ങ് കേറി വരുവാ. ന്യൂ ഇയർ ആവണേ ഞാൻ ക്ഷമിക്കുന്നേ. മിസ്സേ. എന്താണ് സുലൈമാനെ? ഇന്ന് ന്യൂ ഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുന്നത് പറഞ്ഞേ, അത് മിസ് മറന്നിക്കടാ. പഠിക്കാൻ ഒറ്റണത്തിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഇതിനൊക്കെ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ. ഞാൻ മറന്നിട്ടൊന്നുമില്ല. സുലൈമാൻ മോട്ടും കൂടെ വന്നേ. എടാ സുലൈമാനെ, ന്യൂ ഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുന്ന കാര്യം മിസ് മറന്നിട്ടില്ലടാ. അയ്യോ അടിപൊളിയേ. സ്റ്റാഫ് റൂമിൽ എന്റെ മെഷീൻ എടുത്തേ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്, അതിങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നേ. ഓക്കേ മിസ്. വേർഡ് മോട്ടു ആർക്കുട്ടി, നീ എല്ലാവരുടെ ഗിഫ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഓക്കേ മിസ്. എല്ലാവരും ഗിഫ്റ്റ് എടുത്തേ. ഞാൻ കൊട്ട എടുത്തിട്ട് വരാം. എല്ലാവരും കൊട്ടയിൽ ഗിഫ്റ്റ് ഇട്, വേഗം വേഗം. ആർക്കുട്ടി കൊട്ട കഴിഞ്ഞല്ലോ. വേഗം ആവട്ടെ, എല്ലാവരും ആർക്കുട്ടിയുടെ കൈ ഗിഫ്റ്റ് എല്ലാം കൊടുക്കൂ. മക്കളെ സൂക്ഷിച്ചേ. മിസ്സേ, ഇത് എവിടെ വെക്കേണ്ടത്? ആ കോർണറിലേക്ക് വെക്ക് സുലൈമാനെ. ഈ വേസ്റ്റ് കൊട്ടയുടെ അടുത്താണോ? അവിടെ തന്നെ സൂക്ഷിച്ചു വെക്ക്. ആർക്കുട്ടി ആ ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവരൂ. പാർക്കുട്ടി വരുന്നുണ്ട് ഗിഫ്റ്റുമായിട്ട്. കുമ്പകുലുക്കി പല്ലു മിളിച്ച് വരുന്നുണ്ട്. വഴി മാറിക്കോ വഴി മാറിക്കോ വഴി മാറിക്കോ. പാർക്കുട്ടി വരുന്നുണ്ട് ഗിഫ്റ്റുമായിട്ട്. കുമ്പകുലുക്കി പല്ലു മിളിച്ച് വരുന്നുണ്ട്. വഴി മാറിക്കോ വഴി മാറിക്കോ വഴി മാറിക്കോ. എടാ സുലൈമാനെ, പാട്ട് കളിക്കലോ? നീ ഇപ്പോ ഉണ്ടാക്കി പാട്ടാണോ? മിസ്സേ, സുലൈമാനെ നിമിഷ കവിയാ. കൊള്ളാലോടാ. താങ്ക് യു. മിസ്സേ, ഈ കോട്ടയിലുള്ള ഗിഫ്റ്റ് എവിടെ വെക്കട്ടെ? അതാ ക്രിസ്മസ് ട്രീയുടെ മുന്നിലേക്ക് ചെരിഞ്ഞിട്ട് പാർക്കുട്ടി. ഓക്കേ. ഇനി എന്താ ചെയ്യണ്ടേ? ആ കോട്ട കിട്ടിയ സ്ഥലത്തേക്ക് കൊണ്ടുവച്ചു വാ. ഓക്കേ. എടി പാർക്കുട്ടി വേഗം വായോ. ഓക്കേ സെറ്റ്. മിസ്സേ, ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാനേ. എല്ലാവർക്കും അവരവരെ കൊണ്ടുവന്ന ഗിഫ്റ്റ് അറിയാം, അവരുടെ ഫ്രണ്ട്സിന്റെ ഗിഫ്റ്റ് അറിയാം. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ലേ സ്റ്റുഡന്റ്സ്? എന്നാ നമുക്ക് ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചാലോ സുലൈമാനെ? മാറ്റി പിടിക്കാനോ? അതെങ്ങനെ മിസ്സേ? അതൊക്കെ ഉണ്ടടാ. ഈ ഉഷാ മിസ് ആരാണെന്ന് നിങ്ങളുടെ വിചാരം? കൂടെ പഠിക്കുമ്പോഴേ നിങ്ങളെക്കാട്ടിലും വലിയ ജഗ ചില്ലാരിയായിരുന്നു ഈ ഉഷാ മിസ്. നിങ്ങളുടെ പരിപ്പൊന്നും ഈ കാലത്തിന് വേവൂല മോനെ. നിങ്ങളുടെ വിറ്റ കാശേ ഈ ഉഷാ മിസിന്റെ കയ്യിലുണ്ട് കേട്ടാ. മിസ്സേ, ത്രില്ലടിപ്പിക്കാതെ എന്താ കാര്യം പറ, കേൾക്കാൻ കൊതിയായിട്ടയ്യാ. നിങ്ങൾ ഈ ഗിഫ്റ്റ് ബോക്സും അതിന്റെ മുകളിൽ അടയാളം വെച്ചിട്ട് ഏത് ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് ആണെന്ന് തീരുമാനിക്കുന്നേ. അതൊന്നും ഞാൻ മാറ്റുവാ. ആർക്കുട്ടി മോട്ട് പോയിട്ട് ആ വലിയ ടേബിൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഓക്കേ മിസ്. എടാ മോട്ട് തള്ളടാ. മിസ്സേ ടേബിൾ കൊണ്ടുവന്നു. ഇനി മക്കൾ മൂന്നാളും അങ്ങോട്ടും തിരിഞ്ഞു നിന്നേ. തിരിഞ്ഞു നിന്ന് മിസ്സേ. മിസ് എന്താണ് കാണിക്കുന്നത്? ഒരു ചെറിയ സൂത്രം ഒപ്പിക്കാൻ പോവാ. ശക്കലക്ക ബും 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 ബാ.